പുതുവത്സരാഘോഷത്തിനിടെ മദ്യപിച്ച് ഹോട്ടൽ മാനേജറെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവമോർച്ച നേതാവും പ്രവർത്തകരും പിടിയിൽ. യുവമോർച്ച കൊല്ലം മുൻ ജില്ലാ സെക്രട്ടറിയും ബി.ജെ.പി. തൃക്കടവൂർ മണ്ഡലം പ്രസിഡന്റുമായ ഗോകുൽ കരുവ ഉൾപ്പെടെയാണ് പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? ഈ യുവമോർച്ച നേതാവും പ്രവർത്തകരുമാണല്ലോ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ പുതുവത്സര ആഘോഷിക്കുന്നതിനാണ് ഇവർ ഈ ഹോട്ടൽ മുറിയെടുത്തതും അവിടെ മദ്യപിക്കുന്നതിനിടെ മറ്റൊരാൾ കൂടി വന്നപ്പോൾ മറ്റൊരു മുറി വേണമെന്ന് ഹോട്ടൽ ജീവനക്കാർ നിർദ്ദേശിച്ചു. ബഹളം കേട്ട് ഇതിനിടെ മദ്യലഹരിയിൽ പ്രതികൾ തമ്മിൽ വഴക്കുണ്ടായി. ഈ സംഭവം പറഞ്ഞ് മാനേജർ എത്തി വിഷയം അന്വേഷിച്ചു. ഇതോടെ പ്രതികൾ ചേർന്ന് മാനേജറുമായി കയ്യാങ്കളിയിലെത്തി. പിന്നീട് മാനേജറെ മർദ്ദിച്ചു. പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചതോടെ പിന്നാലെ എത്തി കത്തിയെടുത്ത് കഴുത്തിനും നെഞ്ചിനും കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജിഷ്ണു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പിടിയിലായ പ്രതികളായ ജയറാം ദാസ്കുമാർ എന്നിവർ അഞ്ചാലുംപുടി സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. രക്ഷപ്പെട്ട രണ്ടുപേർക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു. കടപ്പാക്കടയിൽ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രകോപനമില്ലാതെ മർദ്ദിക്കുകയും ചെയ്ത യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ ഇപ്പോൾ ഒളിവിലാണ്. ശരി, പുതുവത്സരാഘോഷത്തിനിടെ മദ്യപിച്ച് ഹോട്ടൽ മാനേജറെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ യുവമോർച്ച നേതാവും പ്രവർത്തകരും പിടിയിലായിട്ടുണ്ട്. വിശദവിവരങ്ങളാണ് കൊല്ലത്തു നിന്നും രാജ്കുമാർ നൽകിയത്.